ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. കാശുള്ളവൻ തന്നെയാണ് കയ്യൂക്കുള്ളവൻ. അതായത് ഒന്നുമില്ലാത്തവൻ എന്നും ഇല്ലാത്തവനായും പോകുന്നു, പക്ഷേ ഉള്ളവൻ എന്നും ദൈവം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പാവങ്ങളായ ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി ഫസീല. അവൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാടകയ്ക്ക് ഇരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായി വാടകയ്ക്ക് ഇരിക്കുന്നു. മക്കളെയും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. 2 കുട്ടികൾക്ക് വയ്യാത്തതാണ്. ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പം ഇങ്ങനെ എന്താ പറയുക, സാഹചര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി ഞെരുങ്ങിക്കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇരിക്കാനൊരു വീടില്ല. എന്നാലും അവളുടെ നിസ്കാരമോ അല്ലെങ്കിൽ അവളുടെ പ്രാർത്ഥനയോ അവൾ മുടക്കാറില്ല. പക്ഷേ നേരെ തിരിച്ച് ഞാൻ ഇപ്പുറത്തൊരു വീഡിയോ ഞാൻ കാണിക്കുന്നത് കല്യാണവും ആർഭാടവുമാണ്. കല്യാണത്തിൻ്റെ ആർഭാടത്തിന് വേണ്ടി എത്ര പൈസ വെറുതെ വേസ്റ്റ് ചെയ്യുന്നു. ആ പൈസ ഇപ്പുറത്തുള്ള ആളുകൾക്ക് കൊടുത്തതാണെങ്കിൽ അവർക്കൊരു ജീവിതം കിട്ടും. അത്രയും ജീവനുകൾ നല്ല ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ അവർ അത്രയും പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തിനോട് ദൈവകരുണ കാണിച്ചതുപോലെ ആയിരിക്കും അവർക്ക് തോന്നുക. കാരണം ഈ ഒരു മഴക്കാലത്ത് അത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെയാണ്. ഒരു പവിത്രമായ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ എത്രത്തോളം പവിത്രതയുണ്ടെന്നറിയോ. ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിരുന്നു. അതിലിങ്ങനെ കുടിക്കുന്നതും വൈന് കുടിക്കുന്നതും കേക്ക് കട്ട് ചെയ്യണതും 1000 ടൺ എത്രയൊക്കെയോ വലിയ വലിയ കേക്ക് മുറിച്ച് കട്ട് ചെയ്യണതൊക്കെ, വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യുക. എത്രയോ ഫുഡ് കിട്ടാത്ത ആളുകളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കുടുംബം തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയ സമയത്ത് കൊള്ളിപ്പുളിയും കുറച്ച് ചോറേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തു. ഒരാൾ കഞ്ഞിവെള്ളം കുടിച്ചു. എന്നിട്ട് ഇന്നേക്ക് ചോറിൽ വെച്ചപ്പോൾ ചോറില്ല, എനിക്കിതേ കഴിഞ്ഞു പറഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ ഒന്ന് കൈ ഉയർത്തി പിടിക്കാൻ ആരുമില്ല. പക്ഷേ ഇങ്ങനെ കാശുള്ളവൻ ദൂർത്തടിക്കുന്നു, കാശില്ലാത്തവനോ കണ്ണീര് കൊണ്ട് ദൈവത്തിനെ വിളിക്കുന്നു. അപ്പോൾ അറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യത്വവും ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു അംശമൊക്കെ കിട്ടുന്നത്, അല്ലേ? ഇങ്ങനെ കാട്ടിക്കൂട്ടി കല്യാണം നടത്തിയിട്ട് എന്ത് കിട്ടാനാണ്? ഇനി 10 പേർക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ആർഭാടത്തിൻ്റെ പൈസ തന്നെ ഒരു കുടുംബത്തിൻ്റെ കല്യാണം നടത്താനും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വകയോ ഒരു വീട് വെക്കാനുള്ള വഴി വരെ ഈ ഒരു ആർഭാട കല്യാണത്തിന് കിട്ടും, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കൂത്തും ആർഭാടവും ഒക്കെ നടത്തി കല്യാണം നടത്തുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കുക, നമുക്ക് കല്യാണം കഴിക്കണം, കല്യാണത്തിന് ആവശ്യമായ പരിപാടികൾ ചെയ്യണം, പക്ഷേ ഒന്നും ഓവറാകരുത്. കാരണം ഒന്നുമില്ലാതെ എത്രയോ പാവങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ കൊടുത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പുണ്യം നിങ്ങൾക്കും കൂടെ കിട്ടും. അതായത് ഒരു കല്യാണ ജീവിതം പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ജോഡികൾക്ക്, വരാൻ പോകുന്ന മക്കൾക്ക് ഒക്കെ അതിൻ്റെ ഐശ്വര്യങ്ങൾ കിട്ടും. നിങ്ങളെ വീണ്ടും വീണ്ടും ദൈവം വളർത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഇങ്ങനെയുള്ള പാവങ്ങളുടെ മുന്നിലൂടെ നിങ്ങളിങ്ങനെ ആർഭാടமாக കാണിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കൂത്തും കുമ്മാട്ടിയൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ പാവങ്ങളുടെ വയറ്റത്തടിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തന്നെയാണ്. പക്ഷെ ആ പൈസയ്ക്കും ഒരു അർഹതപ്പെട്ട കുറച്ച് ആളുകളില്ലേ, നിങ്ങൾക്ക് ആവശ്യമായ പൈസ എടുത്തിട്ട് നിങ്ങൾ അതിൽ നിന്നൊരു ചെറിയൊരു അംശം മറ്റുള്ളവർക്ക് കൊടുത്തൂടെ? ഇത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും ആർഭാടമായ കല്യാണം ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ഒരുപാട് മഹല്ല് കമ്മിറ്റികൾ, അതാത് മഹല്ല് കമ്മിറ്റിയിലുള്ള ആളുകളും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരുപാട് അങ്ങനെയുള്ള ദൂർത്തടി കല്യാണങ്ങളൊക്കെ നിർത്തലായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒന്ന് ആലോചിക്കുക, ഞങ്ങളുണ്ടാക്കിയ കാശാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം ഒരിക്കലും വേണ്ട. ഒരു നിമിഷം മതി, ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. എല്ലാം ആ മണ്ണിൽ ഇട്ടുകൊണ്ടായിരിക്കും നമ്മൾ പോവുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.